എല്ലാവർക്കും നമസ്കാരം. സ്വിച്ചുകളും LED-കളും ബന്ധിപ്പിച്ച് ഫ്ലിപ്പ് ഫ്ലോപ്പ് IC-കളുടെ RS, D, T, JK, MS, JK ട്രൂത്ത് ടേബിളുകൾ എങ്ങനെ പരിശോധിക്കാമെന്ന് ഇന്ന് നമ്മൾ പഠിക്കും. വീഡിയോ 2 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. പിൻ വിശദാംശങ്ങളും RS ആൻഡ് D ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ എങ്ങനെ നിർമ്മിക്കാമെന്നും പരിശോധിക്കാമെന്നും ഭാഗം 1-ൽ അടങ്ങിയിരിക്കുന്നു. ബാക്കി ഭാഗം 2-ൽ അടങ്ങിയിരിക്കും. ഈ വീഡിയോയുടെ അവസാനം RS, D, T, JK, MS, JK ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നിവ നിർമ്മിക്കാനും ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ച് പരിശോധിക്കാനും നിങ്ങൾക്ക് കഴിയും. ഈ പ്രാക്ടിക്കൽ ചെയ്യാൻ ആവശ്യമായ എല്ലാ ടൂളുകളും എക്യുപ്മെൻറ്റുകളും മെറ്റീരിയലുകളും നമുക്ക് ശേഖരിക്കാം. ഡിജിറ്റൽ ട്രെയിനർ കിറ്റും അതിൻ്റെ യൂസർ മാനുവലും IC74HC00 ക്വാഡ് NAND ഗേറ്റും അതിൻ്റെ ഡാറ്റാ ഷീറ്റും. ഡാറ്റാ ഷീറ്റിനൊപ്പം IC74LS10 അല്ലെങ്കിൽ 3 ഇൻപുട്ട് NAND ഗേറ്റ്. ഡാറ്റാ ഷീറ്റിനൊപ്പം IC74LS04. ഡാറ്റാ ഷീറ്റിനൊപ്പം IC74LS76 അല്ലെങ്കിൽ JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. ആവശ്യാനുസരണം മെയിൽ ടു മെയിൽ ജമ്പർ വയറുകൾ. മാഗ്നിഫയിങ് ലെൻസ്. ആദ്യം നമുക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യാം. സീക്വൻഷ്യൽ സർക്യൂട്ടുകളിൽ ബൈനറി വിവരങ്ങൾ സ്റ്റോർ ചെയ്യുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനുമുള്ള കഴിവ് നൽകുന്ന ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ അടിസ്ഥാന നിർമ്മാണ ബ്ലോക്കുകളാണ് ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ. കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളുടെ ഫ്രീക്വൻസി ഡിവൈഡറുകൾ, ഡാറ്റാ സ്റ്റോറേജ്, രജിസ്റ്ററുകൾ, കൗണ്ടറുകൾ, മറ്റ് സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ടുകൾ എന്നിവയിലെ മെമ്മറി എലമെൻറ്റുകൾ ഉൾപ്പെടെ വിവിധ ആപ്ലിക്കേഷനുകളിൽ ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ഉപയോഗിക്കുന്നു. NAND ലോജിക് ഗേറ്റ് IC74HC00ൻ്റെ പിൻ വിശദാംശങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഈ IC14 പിൻ ഡുവൽ ഇൻ ലൈൻ പാക്കേജിലും 4 സ്വതന്ത്ര ഗേറ്റുകളിലുമാണ് വരുന്നത്. 4 NAND ഗേറ്റുകളിൽ ഓരോന്നിനും 2 ഇൻപുട്ടുകളും അല്ലെങ്കിൽ AB, ഒരു ഔട്ട്പുട്ടും അല്ലെങ്കിൽ Y-യും ഉണ്ട്. പിൻ 7 ഗ്രൗണ്ട് ആണ്. പിൻ 14+5 വോൾട്ട് DC പവർ സപ്ലൈ ആണ്. പിൻ 1ഉം 2ഉം ഇൻപുട്ടുകളാണ്. പിൻ 3 അനുബന്ധ ഔട്ട്പുട്ടാണ്. പിൻ 4ഉം 5ഉം ഇൻപുട്ടുകളാണ്. പിൻ 6 അനുബന്ധ ഔട്ട്പുട്ടാണ്. പിൻ 9ഉം 10ഉം ഇൻപുട്ടുകളാണ്. പിൻ 8 അനുബന്ധ ഔട്ട്പുട്ടുകളാണ്. പിൻ 13 ആൻഡ് 12ഉം ഇൻപുട്ടുകളാണ്. പിൻ 11 അനുബന്ധ ഔട്ട്പുട്ടാണ്. ഇന്നത്തെ എക്സസൈസിൽ നമ്മൾ 4 NAND ഗേറ്റുകളും ഉപയോഗിക്കാൻ പോകുന്നു. RS അല്ലെങ്കിൽ റീസെറ്റ് ആൻഡ് സെറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് സർക്യൂട്ടിൻ്റെ നിർമ്മാണവും ട്രൂത്ത് ടേബിളിൻ്റെ പരിശോധനയും. ഒരു മാഗ്നിഫയിങ് ലെൻസ് ഉപയോഗിച്ച് IC-യുടെ മുകളിൽ 74HC00 എന്ന് അച്ചടിച്ചിരിക്കുന്ന NAND ഗേറ്റ് IC തിരിച്ചറിയുക. IC-യുടെ പിന്നുകൾക്ക് കേടുപാടുകൾ ഇല്ലെന്ന് പരിശോധിക്കുക. IC-യുടെ പിൻ നമ്പർ 1 തിരിച്ചറിയുക. പിൻ നമ്പർ 1 സൂചിപ്പിക്കാൻ അതിന് ഒരു ചെറിയ നോച്ച് അല്ലെങ്കിൽ ഡോട്ട് ഉണ്ടായിരിക്കും. ബ്രെഡ് ബോർഡിലേക്ക് IC-യുടെ പിന്നുകളുടെ 2 ലൈനുകളും ഇൻസേർട്ട് ചെയ്യുക. ഓരോ പിന്നും പ്രത്യേക ദ്വാരത്തിലേക്ക് പോകുന്നുവെന്ന് ഉറപ്പാക്കുക. പിന്നുകൾ വളയുകയോ ദ്വാരങ്ങളിലേക്ക് തള്ളുകയോ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഡിജിറ്റൽ ട്രെയിനർ കിറ്റിലെ ബ്രെഡ് ബോർഡിന് മുകളിൽ IC ശരിയായ സ്ഥാനത്ത് വിന്യസിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. കറുപ്പ്, ചുവപ്പ് നിറങ്ങളിലുള്ള ജമ്പർ വയറുകൾ ഉപയോഗിച്ച് യഥാക്രമം പിൻ നമ്പർ 7നെ ഗ്രൗണ്ടിലേക്കും പിൻ നമ്പർ 14നെ +5 വോൾട്ട് സപ്ലൈ ആയും കണക്ട് ചെയ്യുക. ജമ്പർ വയർ ഉപയോഗിച്ച് പിന്നുകൾ 2ഉം 4ഉം കണക്ട് ചെയ്ത് ഡിജിറ്റൽ ട്രെയിനർ കിറ്റിലെ ക്ലോക്ക് ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യുക. ഇൻപുട്ട് ടോഗിൾ സ്വിച്ചിൽ നിന്ന് പിൻ നമ്പർ 1 സെറ്റ് അല്ലെങ്കിൽ S ഇൻപുട്ടായി IC-യിലേക്ക് ബന്ധിപ്പിക്കുക. ഇൻപുട്ട് ടോഗിൾ സ്വിച്ചിൽ നിന്ന് പിൻ നമ്പർ 5 റീസെറ്റ് അല്ലെങ്കിൽ R ഇൻപുട്ടായി IC-യിലേക്ക് ബന്ധിപ്പിക്കുക. സർക്യൂട്ട് ഡയഗ്രം അനുസരിച്ച് ജമ്പർ വയർ ഉപയോഗിച്ച് പിൻ 3നെ പിൻ 9 ആയും പിൻ 6നെ പിൻ 13 ആയും പിൻ 10നെ പിൻ 11 ആയും പിൻ 12നെ പിൻ 8 ആയും കണക്ട് ചെയ്യുക. സർക്യൂട്ട് ഡയഗ്രം പ്രകാരം ഔട്ട്പുട്ട് LED ക്യൂവിലേക്ക് പിൻ 8,
ഔട്ട്പുട്ട് LED ക്യൂ ബാറിലേക്ക് പിൻ 11 എന്നിവ ബന്ധിപ്പിക്കുക. ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ച് RS ഫ്ലിപ്പ് ഫ്ലോപ്പ് സർക്യൂട്ടിന്റെ പരിശോധന. +5 വോൾട്ട് DC പവർ സപ്ലൈ ഓണാക്കുക. സ്വിച്ച് പൊസിഷൻ 1 ഉയർന്നതും 0 സ്ഥാനം താഴ്ന്നതുമാണ്. ട്രൂത്ത് ടേബിളിൽ നൽകിയിരിക്കുന്നത് പോലെ എസ് ഓർ സെറ്റ്, ആർ ഓർ റീസെറ്റ് എന്നിവയിലേക്ക് വ്യത്യസ്ത ഇൻപുട്ടുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് രണ്ട് LED-കളുടെയും അനുബന്ധ ഔട്ട്പുട്ട് ലെവലും സ്റ്റാറ്റസും രേഖപ്പെടുത്തുക. LED ഓൺ എന്നാൽ 1 എന്നും ഓഫ് എന്നാൽ 0 എന്നും അർത്ഥമാക്കുന്നു. ഇൻപുട്ട് 00 ക്ലോക്ക് പൾസ്, ഇപ്പോൾ ഔട്ട്പുട്ട് 01 നോ ചേഞ്ച്. ഇൻപുട്ട് 01 ക്ലോക്ക് പൾസ്, ഔട്ട്പുട്ട് 10 സെറ്റ്. ഇൻപുട്ട് 10 ക്ലോക്ക് പൾസ്, ഔട്ട്പുട്ട് 01 റീസെറ്റ്. ഇൻപുട്ട് 11 ക്ലോക്ക് പൾസ്, ഇപ്പോൾ ഔട്ട്പുട്ട് ഇത് ഫോർബിഡൻ. അങ്ങനെ ഞങ്ങൾ IC74HC00 ഉപയോഗിച്ച് RS ഫ്ലിപ്പ് ഫ്ലോപ്പ് നിർമ്മിക്കുകയും പരീക്ഷിക്കുകയും ചെയ്തു. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് സർക്യൂട്ടിൻ്റെ നിർമ്മാണവും ട്രൂത്ത് ടേബിളിൻ്റെ പരിശോധനയും. ഈ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് സർക്യൂട്ട് നിർമ്മാണത്തിനായി നമ്മൾ NAND ഗേറ്റ് IC74HC00ൻ്റെ 2 നമ്പറുകൾ ഉപയോഗിക്കാൻ പോകുന്നു. IC74HC00 ശരിയായി വിന്യസിച്ചിട്ടുണ്ടെന്നും പിൻ നമ്പർ 1 ശരിയായ സ്ഥാനത്താണെന്നും ഉറപ്പാക്കുക. ബ്രെഡ് ബോർഡിലേക്ക് IC ഇൻസേർട്ട് ചെയ്യുക. ഓരോ പിന്നും വളയാതെ പ്രത്യേക ദ്വാരത്തിലേക്ക് പോകുന്നുവെന്ന് ഉറപ്പാക്കുക. രണ്ടാമത്തെ IC74HC00 എടുക്കുക. പൊട്ടിപ്പോയതോ കേടായതോ അല്ലെന്ന് പരിശോധിച്ച് ഉറപ്പാക്കുക. പിൻ നമ്പർ 1നെ തിരിച്ചറിയുക. ബ്രെഡ് ബോർഡിലെ ആദ്യത്തെ IC74HC00ന് അടുത്തതായി IC ശരിയായി വയ്ക്കുക. ഈ സർക്യൂട്ടിന് 5 സെറ്റ് NAND ഗേറ്റുകൾ ആവശ്യമാണ്. ഈ ICയിൽ 4 ഗേറ്റുകൾ മാത്രമേ ഉള്ളൂ എന്നതിനാൽ NAND ഗേറ്റ് ICകളുടെ 2 നമ്പറുകൾ ഞങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട്. 2 ICകളുടെയും പിന്നുകൾ 7, 14 എന്നിവ യഥാക്രമം ഗ്രൗണ്ടിലേക്കും +5 വോൾട്ട് സപ്ലൈയിലേക്കും കണക്ട് ചെയ്യുക. ആദ്യത്തെ ICയിൽ ജമ്പർ വയർ ഉപയോഗിച്ച് പിന്നുകൾ 1, 2 എന്നിവ കണക്ട് ചെയ്യുക. അടുത്ത ICയുടെ പിൻ 1ലേക്ക് അവയെ കണക്ട് ചെയ്ത് ഇൻപുട്ട് ടോഗിൾ സ്വിച്ചായ Dയിലേക്ക് കണക്ട് ചെയ്യുക. ജമ്പർ വയർ ഉപയോഗിച്ച് രണ്ടാമത്തെ ICയുടെ പിന്നുകൾ 2, 4 എന്നിവ കണക്ട് ചെയ്ത് ട്രെയിനർ കിറ്റിലെ ക്ലോക്ക് ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യുക. ആദ്യ ICയിലെ പിൻ 3നെ രണ്ടാം ICയിലെ പിൻ 5ലേക്ക് കണക്ട് ചെയ്യുക. ജമ്പർ വയറുകൾ ഉപയോഗിച്ച് രണ്ടാമത്തെ ICയിലെ പിൻ 3നെ പിൻ 9ലേക്കും പിൻ 6നെ പിൻ 13ലേക്കും പിൻ 10നെ പിൻ 11ലേക്കും പിൻ 12നെ പിൻ 8ലേക്കും കണക്ട് ചെയ്യുക. സർക്യൂട്ട് ഡയഗ്രാം പ്രകാരം ഔട്ട്പുട്ട് LED ക്യൂയിലേക്ക് പിൻ 8, ഔട്ട്പുട്ട് LED ക്യൂ ബാറിലേക്ക് പിൻ 11 എന്നിവ കണക്ട് ചെയ്യുക. ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ച് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് സർക്യൂട്ടിന്റെ പരിശോധന. +5 DC പവർ സപ്ലൈ ഓണാക്കി ടോഗിൾ സ്വിച്ച് പ്രവർത്തിപ്പിക്കുക. ട്രൂത്ത് ടേബിൾ നൽകിയിരിക്കുന്നത് പോലെ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് വ്യത്യസ്ത ഇൻപുട്ട് പ്രയോഗിച്ച് ക്യൂ ബാർ LED-കളുടെ ഔട്ട്പുട്ട് സ്റ്റാറ്റസ് നിരീക്ഷിക്കുക. ഇൻപുട്ട് 0, ഇപ്പോൾ ക്ലോക്ക് പൾസ് Q0, ക്യൂ ബാർ 1, ഇൻപുട്ട് 1, ഇപ്പോൾ ക്ലോക്ക് പൾസ് Q1, ക്യൂ ബാർ 0. അങ്ങനെ ഞങ്ങൾ NAND ഗേറ്റ് ICകൾ ഉപയോഗിച്ച് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് നിർമ്മിക്കുകയും അതിൻ്റെ പ്രവർത്തനം ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ച് പരിശോധിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ NAND ഗേറ്റ് IC7400ൻ്റെ പിൻ വിശദാംശങ്ങൾ ചർച്ച ചെയ്യുകയും നിർമ്മിക്കുകയും ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ച് ഔട്ട്പുട്ട് പരിശോധിക്കുകയും ചെയ്തു.